ഇനി പാലക്കാട് ചിറ്റൂർ മണ്ഡലത്തിലേക്കാണ്. അവിടെ മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളെല്ലാം പാതി വഴിയിൽ എന്ന് പറയുന്നു UDF സ്ഥാനാർത്ഥി സുമേഷ് അച്യുതൻ. ഇത്തവണ ചിറ്റൂർ ഉറപ്പായും UDF തിരിച്ചുപിടിക്കും എന്നും ചിറ്റൂർ തത്തമംഗലം നഗരസഭാ ചെയർമാൻ കൂടിയായിട്ടുള്ള സുമേഷ് അച്യുതൻ 24-നോട് പറഞ്ഞു. ചിറ്റൂർ തത്തമംഗലം നഗരസഭാ ചെയർമാനും അതുപോലെ തന്നെ ചിറ്റൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥിയുമായ സുമേഷ് അച്യുതനാണ് എന്നോടൊപ്പമുള്ളത്. അദ്ദേഹം രണ്ടാം തവണയാണ് ചിറ്റൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്നത്. എങ്ങനെയുണ്ട് ഇത്തവണത്തെ പ്രചരണവും മറ്റൊക്കെ? ചിറ്റൂർ നിയോജക മണ്ഡലത്തിൽ UDFന് ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യമാണ്. ഇവിടെ UDFന്റെ വിജയം സുനിശ്ചിതമാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം, ഇതിന് തൊട്ട് പുറകിൽ ഒരു പാതി പണിതൊരു കെട്ടിടമുണ്ട്. ലൈഫ് മിഷൻ്റെ ഫ്ലാറ്റാണ്. ഇത് തന്നെയാണ് ചിറ്റൂർ നിയോജക മണ്ഡലത്തിൽ UDF വിജയിക്കുമെന്ന് പറയുന്നതിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ ഒരു ഉദാഹരണം. ഇപ്പോൾ ചിറ്റൂർ തത്തമംഗലം നഗരസഭ ഭരണം LDFിൽ നിന്ന് തിരിച്ചു പിടിച്ചു. അത് വലിയ ഇവിടെ ഓരോ ഓളം ഉണ്ടാക്കി. അപ്പോൾ ആ ആത്മവിശ്വാസം ഇപ്പോൾ ഈ നിയമസഭയിലേക്ക് വോട്ട് തേടുമ്പോഴുണ്ടോ? ചിറ്റൂർ തത്തമംഗലം നഗരസഭ മാത്രമല്ല, വടകരപ്പതി പഞ്ചായത്ത്, കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത്, ഈ പഞ്ചായത്തുകളൊക്കെ UDF തിരിച്ചു പിടിച്ചതാണ്. അപ്പോൾ ഈ പഞ്ചായത്തുകൾ തിരിച്ചു പിടിച്ചതും കഴിഞ്ഞ 10 വർഷത്തെ ഇടത് ദുർഭരണത്തിന് എതിരെയുള്ള ഒരു വിധിയെഴുത്തായിരിക്കും. അത് ആത്മവിശ്വാസം ഒന്നുകൂടെ വർദ്ധിപ്പിക്കുന്നതാണ്. ഇപ്പോൾ മന്ത്രി K കൃഷ്ണൻകുട്ടിയാണ് മുൻപ് അങ്ങേയൊപ്പം മത്സരിച്ചിരുന്നപ്പോൾ അദ്ദേഹം മാറി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായിയായ V മുരുകദാസാണ് എതിർ സ്ഥാനാർത്ഥി. അതെങ്ങനെ കാണുന്നു? ഇപ്പോൾ ജനതാദൾ സ്ഥാനാർത്ഥിയായി അദ്ദേഹം എത്തുന്നു. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് ഒരു വിജയത്തിൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസമില്ല. ആര് സ്ഥാനാർത്ഥിയായിരുന്നുവെങ്കിലും ഇവിടെ UDF വിജയിക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അമിതമായ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ചിറ്റൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി സുമേഷ് അച്യുതനും അതുപോലെ തന്നെ UDFന്റെ പ്രവർത്തകരുമുള്ളത്. ഷാരിഖ് നവാസ്, 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.